മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് യേശുവപ്പയ്ക്കും മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് സിജി. ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ വാഴക്കുളത്ത് നിന്ന് വരുന്നു. ഞാൻ 8/4/2025 ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. എനിക്ക് ജോലി ഞാനൊരു നേഴ്സായിരുന്നു. ജോലിക്ക് ആദ്യം വിവാഹത്തിന് ശേഷം മാത്രമേ ഞാൻ കുറേ വർഷങ്ങളോളം ജോലിക്ക് പോയിരുന്നു. അതിനുശേഷം വിവാഹത്തിന് ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചില്ല. വിവാഹത്തിന് മുൻപ് ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ തടസ്സങ്ങൾ മൂലം എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചില്ല. വിവാഹത്തിന് ശേഷവും ഞാൻ ഒരു പ്രാവശ്യം വിദേശത്ത് പോയിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അങ്ങനെ എനിക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. അതിന് ശേഷം ഞാൻ കുട്ടികളായതോടുകൂടി എനിക്ക് കുട്ടികളെ നോക്കാൻ ആരുമില്ലാത്ത കാരണം എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ കുറേ വർഷങ്ങൾ ജോലിക്ക് പോയില്ല. 2024 ഞാൻ 2024 ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴി ജർമ്മൻ ഭാഷ പഠിക്കാൻ പിന്നീട് തുടങ്ങി. ആ ജർമ്മൻ ഭാഷ പഠിച്ച് എക്സാം പഠിത്തം കഴിഞ്ഞ് എക്സാം എഴുതാൻ ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. എനിക്ക് എക്സാം പാസ്സാകാൻ സാധിച്ചില്ല. അതിൽ ഞാൻ വീണ്ടും ഇവിടെ അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ ആ കസിൻ സിസ്റ്ററുടെ കൂടെ ഇവിടെ വരികയും ചെയ്തത്. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. പിന്നെ എക്സാമിന് ഞാൻ പോകുമ്പോൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പോകാറ്. ജോസഫ് അച്ഛൻ എക്സാമിൻ്റെ പോകുമ്പോൾ ഞാൻ തൈലം നെറ്റി പുരട്ടുകയും ഉടമ്പടി വസ്തുക്കളെ നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും കഴിക്കുകയും അതുപോലെ തന്നെ കാശുരൂപവും കൊണ്ടാണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ജർമ്മൻ എക്സാം പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴി ജർമ്മനിക്ക് പോകാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പോഴാണ് സുഹൃത്തുക്കൾ പറഞ്ഞ് സുഹൃത്തുക്കൾ ഓസ്ട്രിയയിൽ പോയത്. അവർ വഴി ഞാൻ പിന്നെ അവിടെയുള്ള ഒരു ഓസ്ട്രിയ കൺസൾട്ടൻസി ആയിട്ട് ബന്ധപ്പെടുകയും അവിടെ എനിക്ക് ഓസ്ട്രിയ പ്രോസസ്സിങ് തുടങ്ങുകയും ചെയ്തു. 3-4 മാസത്തിനുള്ളിൽ എൻ്റെ ഓസ്ട്രിയ പ്രോസസ്സിങ് പൂർത്തിയാക്കുകയും സമയ ചുരുക്കം മാതാവ് എനിക്ക് ഓസ്ട്രിയ പ്രോസസ്സിങ് നടത്തി തരികയും ചെയ്തു. എൻ്റെ ആഗ്രഹപ്രകാരം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ 7 എന്ന അക്കത്തിൽ എൻ്റെ നമ്പറിൽ എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചു വരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് 7-ാം പേജിൽ തന്നെ എൻ്റെ ഓസ്ട്രിയ വിസ അടിച്ചു വരികയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ 20-ാം തീയതി ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവുകയാണ്. മാതാവും എൻ്റെ യേശു അപ്പച്ചനും എൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നാൽ മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അടുത്തുള്ളൊരു വൃദ്ധസദനത്തിൽ ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം പോയി അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ടായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ധനസഹായം ചോദിച്ചു വരുന്നവർക്കെല്ലാം ഞാൻ പൈസയായിട്ടും അല്ലാതെയും സഹായം ചെയ്തു കൊടുത്ത് ഒത്തിരി ഞാൻ അവരെ സഹായിക്കാറുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് എനിക്ക് കഴിയുന്ന മാസങ്ങളിലെല്ലാം ഞാൻ ഇവിടെ വരികയും ഇവിടുത്തെ കൃപാസന പേപ്പർ മേടിച്ചു കൊണ്ടുപോയി ഞാൻ എല്ലാ ക്രൈസ്തവരുടെ വീടുകളും അല്ലാത്ത വീടുകളും വഴി എല്ലാ വീടുകളിലും ഞാൻ കയറി പേപ്പർ കൊടുക്കുകയും എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുടുംബ പ്രാർത്ഥന ഒരു ദിവസവും മുടക്കാറില്ല. ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലുകയും വിശുദ്ധ തൈലം പുരട്ടുകയും ചെയ്യുമായിരുന്നു. അത് എല്ലാ ദിവസവും രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥന, ഡെയിലി ബ്രെഡ് പ്രാർത്ഥന അച്ഛൻ്റെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് മുടങ്ങാതെ എല്ലാ ദിവസവും കൂടാറുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥനയും മുടങ്ങാറില്ല. ഞാൻ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അവിടുന്ന് 2-3 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇനിയുള്ള ജീവിതത്തിൽ ജീവിക്കാൻ ഞാനായിരിക്കുന്നത്. ഇനി തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് യേശുവപ്പനും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഒരു കാര്യവും പറയാണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ കൊല്ലം അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു.
വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. സി.ജി. പോൾ എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് ഓസ്ട്രിയയിലേക്കുള്ള വിസ ലഭിച്ചതിനെക്കുറിച്ചുള്ള ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. ദൈവ മനുഷ്യൻ്റെ ബന്ധത്തിലൂടെ പുതിയ പുതിയ വഴികളാണ് ഉടമ്പടിയിലൂടെ നമുക്ക് തുറന്നു കിട്ടുന്നത്. ജോഷുവയെ പുതിയ വഴികളിലൂടെ നയിക്കുന്ന ഒരു വാഗ്ദാനമാണ് ദൈവം ജോഷുവയ്ക്ക് നൽകിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ വഴികൾ തുറക്കുമ്പോൾ നമുക്ക് പോലും അറിയാത്ത, നാം പോലും ചിന്തിക്കാത്ത അത്രയും ഉന്നതമായ വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്നത്. മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ ഉടമ്പടി അല്ലെങ്കിൽ വാഗ്ദാനം എന്നത്. അതിനുള്ള 2 തലങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവും ഞാൻ ചെയ്തു തീർക്കേണ്ട എൻ്റെ കടമകളും ആനുപാതികമായി പോകുമ്പോഴാണ് ദൈവം എൻ്റെ പേര് അവിടുത്തെ ജീവൻ്റെ പുസ്തകത്തിൽ അങ്കിതം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ആധ്യാത്മിക ജീവിതത്തിലൂടെ മുന്നേറുമ്പോൾ അവർ സ്കിൽഫുള്ളായി വളരെ എഫിഷ്യൻ്റ് ആവണം എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി നേടിയെടുക്കാൻ സാധ്യമായ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകണം. വിശ്വാസം ഒരു ഉപകരണമാണ്. പ്രത്യാശ എന്ന ഉപകരണം നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ബൈബിളിലെ സാധ്യത വാതിലാണ് ശത്രുവിനെ കീഴടക്കുക. നമ്മുടെ എല്ലാ ബലഹീനതകളാണ് നമ്മുടെ ശത്രുക്കൾ. അവയെല്ലാം നാം കീഴടക്കി കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രചോദനത്തോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഉടമ്പടി വളരെ പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് സിജി തൻ്റെ വിസയും ടിക്കറ്റുമായി ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം വീണ്ടും തൻ്റെ ഉടമ്പടി താൻ എവിടെയായിരുന്നാലും ഉടമ്പടി പാലിക്കുമെന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത്. സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വിസ പ്രോസസ്സിങ് നടക്കാത്ത, വിസ പ്രോസസ്സിങ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.